കണ്ണൂർ കായലോട്ട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 5 പേർക്കെതിരെ കേസ്. യുവതിയുടെ ആൺ സുഹൃത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കാറിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചെന്നും മൊബൈലിലെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആൺ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. യുവതിയും അവരുടെ ആൺസുഹൃത്തും ഇതുപോലൊരു കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം 3 ബൈക്കുകളിലായി എത്തുന്നു. അസഭ്യം പറയുന്നു, ആക്ഷേപിക്കുന്നു. കണ്ണൂർ കായലോട് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആൺസുഹൃത്ത് യുവതിയെ പരിചയപ്പെടുന്നത്. ശേഷം സൗഹൃദത്തിലായി. ഇതിനിടയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും കായലോട് വെച്ച് കാറിനരികിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് 3 ബൈക്കുകളിലെത്തിയ സംഘം ഇവരെ ചോദ്യം ചെയ്തത്. കാറിൽ നിന്നും പിടിച്ചിറക്കി മർദ്ദിച്ചു. മൊബൈലിലുള്ള ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. 3 മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കി. സ്കൂട്ടറിൽ കയറ്റി ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി വീണ്ടും മർദ്ദിച്ചു. യുവാവ് പോലീസിന് നൽകിയ മൊഴിയാണിതൊക്കെ. ഈ സംഭവങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ആൾക്കൂട്ട വിചാരണ നടന്നെന്ന യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ആൺസുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി. മയിൽ സ്വദേശിയായ ആൺസുഹൃത്തിന്റെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പുതിയതായി 5 പേർക്കെതിരെ കേസെടുത്തത്. ഇതിലെ 3 പ്രതികൾ നേരത്തെ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ അറസ്റ്റിലുള്ളവരാണ്. തട്ടിക്കൊണ്ടുപോകൽ, മോഷണം, സംഘം ചേർന്നുള്ള മർദ്ദനം തുടങ്ങി 10 വകുപ്പുകളും പുതുതായെടുത്ത കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്ന ഭീഷണിയോ സാമ്പത്തിക ഇടപാടുകളോ തമ്മിലുണ്ടായില്ലെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി. ഇന്ന് പുലർച്ചെ ആൺസുഹൃത്ത് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. സംഭവത്തിൽ SDPI പ്രവർത്തകർക്കെതിരെ കള്ളക്കേസാണ് എടുത്തതെന്നാരോപിച്ച് SDPI പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. താലിബാനിസം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് SDPIയുടേതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ആരോപിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി സദാചാര വിചാരണയ്ക്ക് മുതിരുന്ന ആൾക്കൂട്ടത്തിന്റെ മനോഭാവമാണ് സത്യത്തിൽ വിചാരണ ചെയ്യപ്പെടേണ്ടത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.